പാരാസെറ്റമോൾ ക്യാൻസർ ഉണ്ടാക്കുമോ എന്ന് ചോദിച്ചാൽ, പാരാസെറ്റമോൾ ക്യാൻസറിന് കാരണമാകുമോ? കിഡ്നി ട്രാക്റ്റ് ക്യാൻസർ ഉണ്ടാക്കും, ലിവറിൽ ക്യാൻസർ ഉണ്ടാക്കും, പിന്നെ ബ്ലഡ് ക്യാൻസർ ഉണ്ടാക്കും, ലിംഫ് നോഡ് ക്യാൻസർ ഉണ്ടാക്കും, ബോൺ മാരോ ക്യാൻസർ ഉണ്ടാക്കുമെന്നും ഗൂഗിൾ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നിരവധി മരുന്നുകൾ, ഗുളികകൾ ക്യാൻസർ ഉണ്ടാക്കുന്നതായിട്ടുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന ടാൽക്കം പൗഡർ, ജോൺസൺ ആൻഡ് ജോൺസൺസ് ക്യാൻസർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയെക്കുറിച്ച് നിങ്ങൾക്കറിയാം. ഇവരുടെ എല്ലാ ഉൽപ്പന്നങ്ങളും ക്യാൻസർ ഉണ്ടാക്കുന്നവയാണ്. ക്യാൻസർ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവരുടെ തന്നെ ഉത്തരവാദിത്വമാണ് അതിൻ്റെ മരുന്നും കൂടെ തരിക എന്നുള്ളത്. ആ മര്യാദ അവർ കാണിക്കുന്നുണ്ട്. നമ്മളെ വെറുതെ ഒരു കുഴപ്പത്തിലാക്കിയിട്ട് അവരിങ്ങനെ നോ പറഞ്ഞ് മാറിപ്പോകുന്നില്ല. ഞങ്ങൾക്ക് ഉത്തരവാദിത്വമൊന്നുമില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന അങ്ങനെയുള്ള നിരുത്തരവാദപരമായ പ്രവർത്തനമൊന്നുമല്ല ജോൺസൺ ആൻഡ് ജോൺസൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരായിട്ടുണ്ടാക്കുന്ന ക്യാൻസറിനുള്ള പരിഹാരം, മരുന്ന് അവരായിട്ട് തന്നെ തരും. അതിന് നിങ്ങളെ കുടുംബം വിൽക്കേണ്ടി വരുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതുപോലുള്ള നിത്യോപയോഗ സാധനങ്ങൾ, ഇവരുണ്ടാക്കുന്ന ബേബി മണ്ണെണ്ണ, ബേബി പൗഡർ. ഇപ്പോൾ ടാൽക്കം പൗഡറിൻ്റെ കാര്യത്തിൽ പ്രകൃതി ചികിത്സയോട് ചിലർക്കുള്ള ഒരു അറപ്പ്, അത് മനുഷ്യൻ്റെ ദേഹത്ത് ചെളി പൊത്തുന്നതാണ്. കളിമണ്ണൊക്കെ പൊത്തി, അത്യാവശ്യമുള്ള കാര്യമൊന്നുമല്ല എന്നുള്ളത് വേറെ കാര്യം അവിടെ നിൽക്കട്ടെ. എന്നാലും പ്രകൃതി ചികിത്സ എന്ന് പറഞ്ഞാൽ കളിമണ്ണൊക്കെ പൊത്തുന്ന പ്രാകൃത ചികിത്സയാണ്. നമ്മൾ പച്ച പരിഷ്കാരികൾ ചെളി പൊത്തണത്, മണ്ണ് പൊത്തണതൊക്കെ ശരിയാണോ? പരിഷ്കാരമാണത്? നമ്മൾ പിന്നെ എന്താ പൊത്തുക? കാലത്തെ നമ്മൾ ടാൽക്കം പൗഡർ കുടഞ്ഞിടും, ഒക്കെ പൂശും. എന്താ ഈ ടാൽക്കം പൗഡർ? പൊടി, പാറപ്പൊടി, മണ്ണ് തന്നെ. പക്ഷെ അത് സായിപ്പിൻ്റെ നിറത്തിൽ വെളുപ്പിച്ചിട്ട് തരുമ്പോൾ അതന്തസ്സാ. പാറയുടെ നിറത്തിലിരിക്കുമ്പോൾ അത് പുരോഗമനം. സായിപ്പിൻ്റെ നിറമാണ് പുരോഗമനം. പച്ചപ്പരിഷ്കാരികളും മണ്ണ് തന്നെയാണ് പൊത്തണത് സൗന്ദര്യത്തിൻ്റെ പേരിൽ. ഈ സാധനം ക്യാൻസർ ഉണ്ടാക്കുന്നതാണ്. നെയിൽ പോളിഷ് ഹൈലി ക്യാൻസറസ് ആണ്. ഇപ്പം പിള്ളേർ സുന്ദരികളാവണത് ദൈവം തന്ന സുന്ദരമായ നഖം, അത് സൗന്ദര്യമല്ല. അതിൻ്റെ പുറത്ത് കടും ചുവപ്പും പച്ചയും നീലയും മഞ്ഞയും എല്ലാം കൂടി കൂട്ടിക്കലർത്തിയൊക്കെ അടിച്ചു വെച്ചാൽ സൗന്ദര്യം അങ്ങോട്ട് കൂടുമെന്നാണ്. ഇത് കച്ചവടക്കാരുണ്ടാക്കിയൊരു ധാരണയാണ്, വികലധാരണയാണ്. വൈദ്യുതി ഒരപകടമില്ലാത്തതാണ്, തൊട്ട് കഴിഞ്ഞാലേ കുഴപ്പമുള്ളൂ എന്നൊക്കെ നമ്മൾ കരുതിയിട്ടുള്ളത്. പക്ഷെ നിങ്ങളൊരു EMF മീറ്റർ, ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡിനെ അളക്കാനുള്ള ഒരു മീറ്റർ കൊണ്ടുവന്നാൽ ഒരു ഫാനിൻ്റെ ഒരു 3-4 അടി ചെല്ലുമ്പോൾ തന്നെ അത് റെഡിൽ അലാറം തരും. ഇലക്ട്രിക് മാഗ്നറ്റിക് ഫീൽഡ് വളരെ കൂടുതലാണ്. ലൈറ്റിൻ്റെ അടുത്ത് വേണ്ട, നമ്മളൊരു വയറിങ്ങിൻ്റെ അടുത്ത്, സ്വിച്ച് ബോർഡിൻ്റെ അടുത്തൊക്കെ കൊണ്ടുവന്നാൽ തന്നെ നമുക്ക് സൂചന കിട്ടും, അപകടമാണ്, അടുക്കരുത്. പക്ഷെ നമ്മുടെ സൗകര്യം എന്ന് വെച്ചാൽ കയ്യെത്തുന്നിടത്ത് തന്നെ നമുക്ക് ബെഡ്റൂം ലാമ്പ് വേണം, അതിൻ്റെ സ്വിച്ചും വേണം. ആ ലാമ്പിൻ്റെയും സ്വിച്ചിൻ്റെയും നല്ലൊരു വലയത്തിൽ അതിൻ്റെ റേഡിയേഷൻ ഉണ്ടെന്നും അതിൻ്റെ അടുത്ത് പോയി കിടന്നുറങ്ങുന്നതും ഇരിക്കുന്നതും അത്ര നല്ലൊരു കാര്യമല്ല എന്നും അത് നമ്മളെ ക്യാൻസറിലേക്ക് തള്ളിയിടാൻ സാധ്യതയുള്ളതാണെന്നും ആരും നമ്മോട് പറഞ്ഞു തന്നിട്ടില്ല. നമ്മുടെ അടുക്കളയിലൊക്കെ ഏതെല്ലാം തരത്തിലുള്ള ഇലക്ട്രിക്കൽ ഉപകരണങ്ങളുടെ കൂടെയാണ് നമ്മൾ. അതിൻ്റെ പുറകെ മൊബൈലും കൂടെ വന്നപ്പോൾ മൊബൈലിൻ്റെ EMFും ഈ ഇലക്ട്രിക്കൽ ഉപകരണങ്ങളുടെ EMFും എല്ലാം കൂടെ ചേർന്ന് നമ്മുടെ വീട് പോലെ ഹൈലി പൊള്യൂട്ടഡായ, ഹൈലി റേഡിയോ ആക്റ്റീവായ ഒരു സ്ഥലം വേറെ ഇല്ലാന്നായി. വീടുകളിലിപ്പോൾ വൈഫൈയും കൂടി ഉണ്ടാകും. നിങ്ങൾക്ക് രോഗങ്ങളില്ലാതെ ജീവിക്കേണ്ടത് എങ്ങനെയാണെന്നൊന്ന് പഠിക്കാൻ നേച്ചർ ലൈഫിന് നിരവധി പരിപാടികളുണ്ട്. എല്ലാ ജില്ലകളിലും ഓരോ ദിവസത്തെ ക്ലാസ്സുകളുണ്ട്. രോഗങ്ങളുള്ളവർക്ക് 2 ആഴ്ചയിലെ പരിശീലന കോഴ്സ്. തിരുവനന്തപുരം തുടങ്ങി കോഴിക്കോട് വരെ നേച്ചർ ലൈഫിന് 7 ചികിത്സാലയങ്ങളുണ്ട്. തിരുവനന്തപുരത്ത്
കാട്ടാക്കടയ്ക്കും വെള്ളനാടിനും വിളപ്പിൽശാലയ്ക്കുമിടയിൽ ഉറിയാക്കോട്, കായംകുളത്തിനും അടൂരിനുമിടയ്ക്കുള്ള വെട്ടിക്കോട്, ആലപ്പുഴയിൽ കൈനകരി മുണ്ടക്കൽ പാലത്തിനടുത്ത്, എറണാകുളത്ത് ആലുവ കടുങ്ങല്ലൂരിനടുത്ത് ഏലൂക്കര, തൃശൂരിൽ കോടന്നൂരിനടുത്ത് ചാക്യാർകടവിൽ, മണ്ണുത്തി കഴിഞ്ഞ് പട്ടിക്കാട്ട്, കോഴിക്കോട് സിവിൽ സ്റ്റേഷനടുത്ത് നേച്ചർ ലൈഫിന്റെ ചികിത്സാലയങ്ങളുണ്ട്. ഞങ്ങൾ നടത്തുന്നത് ജനകീയമായ ഒരാരോഗ്യ പ്രവർത്തനമാണ്. നേച്ചർ ലൈഫിന്റെ യൂട്യൂബിലൂടെ ചെറിയ കാര്യങ്ങൾ ചെയ്തു നോക്കി നല്ല മാറ്റം വരുന്നവരുണ്ട്. എല്ലാ ദിവസവും രാത്രി 8 മണിക്ക് നമുക്കൊരു ഗൂഗിൾ മീറ്റ് ഉണ്ട്. അതിലൂടെ നിരവധി കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാം. നിങ്ങളും ഡോക്ടറാകണം, നിങ്ങളുടെ ഡോക്ടർ. ഇപ്പോൾ 1-2 കാരണങ്ങളിലല്ല നമ്മുടെ ശരീരത്തിൻ്റെ സ്വാഭാവികമായ കോശവിഭജനം, കോശജനനം, കോശമരണം, ഇതിന് താളപ്പഴ ഉണ്ടാക്കുന്ന 1-2 കാര്യങ്ങളല്ല സംഭവിക്കുന്നത്. 100 കണക്കിന് കാര്യങ്ങളാണ്. അതിൻ്റെ പുറത്താണ് നമ്മൾ കുറേ കൂടെ മരുന്നൊക്കെ എടുത്ത് അകത്തേക്ക് ഇടുന്നത്, സൗന്ദര്യ സംവർദ്ധക സാധനങ്ങൾ എടുത്ത് ഉള്ളിലേക്ക് ഇടുന്നത്. ടൂത്ത് പേസ്റ്റ് പോലെ ഒഴിവാക്കാൻ കഴിയുന്ന നിരവധി സാധനങ്ങളുണ്ട്. ഇപ്പോൾ നമുക്ക് ഒരു തീരുമാനം, ഇത് ഏതൊക്കെയാണ് ക്യാൻസർ ഉണ്ടാക്കുക, ഏതാ നല്ലത്, ഏതാ ചീത്ത എന്നൊക്കെ തിരിച്ചറിയാൻ വളരെ പ്രയാസമുള്ളൊരു ഘട്ടത്തിലാണ്. ഇപ്പോൾ ചെയ്യാവുന്നൊരു കാര്യം, ഇപ്പോൾ മൊബൈൽ ഫോണ് ക്യാൻസർ ഉണ്ടാക്കുമെന്നുള്ള പഠനമുണ്ട്, അങ്ങനെയൊന്നുമല്ല ഉണ്ടാക്കുന്നില്ല എന്നുള്ള പഠനമുണ്ട്. കാരണം മൊബൈൽ ഫോൺ ക്യാൻസർ ഉണ്ടാക്കുമെന്ന് പേടിച്ച് ആളുകൾ ഇതിനെ പേടിച്ച് ചിലരൊക്കെ വാങ്ങാതിരിക്കരുത്, കഴിയുന്നത്ര ഉപയോഗിക്കാതിരിക്കരുത്. അപ്പോൾ അതിന് കുഴപ്പമൊന്നുമില്ല എന്നുള്ളൊരു റിസൾട്ട് ശാസ്ത്രീയമായി കാണിച്ചു തരേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? മൊബൈൽ കമ്പനിക്കാരുടെ ഉത്തരവാദിത്തമാണ്. അവരത് ഭംഗിയായിട്ട് ചെയ്യും. ഇപ്പോൾ ഒരു കോടതിയിൽ കേസ് വരുമ്പോൾ ഒരു ലാബുകാർ ഇത് കുഴപ്പമാണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് അവർ വാദിക്കുമ്പോൾ കമ്പനിയുടെ ആളുകൾ പറയും അങ്ങനെയല്ലാത്ത സ്റ്റഡി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കോടതിക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. അങ്ങനെ കൊണ്ടുവന്ന് കോടതിയെ നിർത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്ക് ഒഴിവാക്കാൻ കഴിയാത്ത, ആധുനിക ജീവിതത്തിൽ നമുക്ക് ഒഴിവാക്കാൻ കഴിയാത്ത നെസസറി ഈവിൾസ് ധാരാളമുണ്ട്. നെസസറി ഈവിളാണ് പണം, ചെകുത്താനാണ്, പക്ഷെ ഒഴിവാക്കാൻ പറ്റില്ല. അതുകൊണ്ട് നെസസറി ഈവിളാണ്. എത്ര കുറച്ച് ഉപയോഗിക്കുന്നോ അത്രയും നിനക്ക് നല്ലത്. ആ ഒരു പോളിസിയാണ് നമുക്ക് നിരവധി സാധനങ്ങളോട് എടുക്കാനുള്ളത്. ഇപ്പോൾ പ്ലാസ്റ്റിക്കിനോട് നമ്മൾ നോ പറയുകയാണ്. ഒരു പേന എടുത്ത് എഴുതാൻ പറ്റില്ല, മൊബൈൽ ഫോൺ പിടിക്കാൻ പറ്റില്ല, മൊബൈലിനൊരു കവർ മേടിച്ചിടാൻ പറ്റുകയില്ല എന്നു വേണ്ട, നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി കളയാൻ പറ്റാത്ത രീതിയിൽ അത് ഇടിച്ച് ആധിപത്യം ചെലുത്തിയിരിക്കുകയാണ്. ഞാൻ ഉപയോഗിക്കുന്ന ജുബയുടെ കോട്ടനാണ്, ഖാദിയാണ്, പക്ഷേ ബട്ടൺസ് റോക്ക്ഫെല്ലറാണ് തന്നിട്ടുള്ളത്, പെട്രോ കെമിക്കൽ പ്രോഡക്റ്റാണ്. നമ്മുടെ ചെരുപ്പ് തുടങ്ങിയിട്ട് ഇങ്ങനെ നിരവധി സാധനങ്ങൾ. ഇപ്പോൾ കണ്ണട വയ്ക്കുന്നവരാണെങ്കിൽ കണ്ണട, ഫ്രെയിം, പേന, ഇതെല്ലാം. അപ്പോൾ എത്ര നമ്മൾ ചുരുക്കി ഉപയോഗിക്കുമോ അത്രയും ചുരുക്കി, വേണ്ടാന്ന് എന്തിനോടെല്ലാം പറയാൻ സാധിക്കുമോ അതിനോടെല്ലാം വേണ്ട എന്ന് പറഞ്ഞും അകലം, ആരോഗ്യകരമായ ഒരു അകലം പാലിച്ചും ഒക്കെ ഒരു ജാഗ്രത നമുക്കുണ്ടാകുക. അപ്പം അങ്ങനെ നമ്മളൊരു ചിന്തയിലേക്ക് വരുമ്പോൾ ടൂത്ത് പേസ്റ്റ് നമുക്ക് ഉപേക്ഷിക്കാൻ ഒരു പ്രയാസവും ഇല്ല. ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ആയുർവേദ പൽപ്പൊടികൾ, നമ്മുടെ വീട്ടിലെ ഉമി ഉണ്ടെങ്കിൽ ഉമി, നിരവധി സാധനങ്ങൾ ചിലവ് കുറയുകയും ചെയ്യും, ആപത്തും കുറയും. സോപ്പ് വേണ്ടാന്ന് വയ്ക്കാൻ ഒരു പ്രയാസവും ഇല്ല. ആ ലൈനിലേക്ക്, ഈ പ്രകൃതി രീതിയിലേക്ക് നിങ്ങൾ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് ശരീരത്തോട് ചെയ്യുന്ന അപകടം, ആ ദ്രോഹം, അത് ഉപേക്ഷിക്കാൻ പറ്റും. അതുപോലെ ഏതെല്ലാം സാധനങ്ങൾ, ഇപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ വെളുപ്പിനൊക്കെ ആണെങ്കിൽ ലൈറ്റ് ഇടും, പക്ഷേ വെളിച്ചം വന്നു കഴിഞ്ഞാൽ ഞാൻ ആ ലൈറ്റ് നിർത്തി സാവധാനം, അല്പം പ്രയാസം ഉണ്ടാകും ആദ്യം. കണ്ണ് തീക്ഷ്ണമായ പ്രകാശത്തിൽ അടിമപ്പെട്ടു പോയിട്ടുണ്ട്, അത് പതുക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വരും. അപ്പോൾ നമ്മൾ ആവശ്യമില്ലാത്ത ലൈറ്റൊക്കെ നിർത്തി നാച്ചുറലായിട്ടുള്ള ലൈറ്റ്, ജനലിലെ കർട്ടനൊക്കെ ഒന്ന് മാറ്റിയിട്ട് പതുക്കെ, ആദ്യത്തെ ദിവസങ്ങളിൽ കുറച്ച് സ്ട്രെയിൻ ഉണ്ടാകും, പക്ഷേ സാവധാനം കണ്ണ് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ എന്താണെന്ന് നോക്കി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒഴിവാക്കേണ്ടത് എന്തൊക്കെയാണെന്നുള്ളൊരു ധാരണ കിട്ടും. നമ്മൾ നിത്യജീവിതത്തിൽ കയറി കൂടിയിട്ടുള്ള
അതുപോലെ തന്നെ മരുന്നുകൾ എന്തുകൊണ്ട് ഒഴിവാക്കണം. അപ്പോൾ ഇത് വാസ്തവത്തിലൊരു ശൈഥില്യമാണ്. ഒരു ശരീരത്തിൻ്റെ കോശങ്ങളുടെ വിഭജനം, കോശങ്ങളുടെ മരണം, കോശങ്ങളുടെ ജനനം, ഇതിൻ്റെ പെർസെൻറ്റേജ്, ഇതിൻ്റെ താളം തെറ്റിപ്പോയാൽ എന്ത് സംഭവിക്കും? അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഈ ക്യാൻസർ എന്ന് പറഞ്ഞ് വലിയ രോഗമാണെന്നും ഭയങ്കര അപകടമാണെന്നുള്ള ധാരണയൊന്നും വേണ്ട. നിരന്തരം ശരീരത്തിൽ ഇങ്ങനെയുള്ള ഏറ്റക്കുറച്ചിലുകൾ, താളപ്പിഴകൾ, താളം ശരിയാക്കൽ നിരന്തരമായി ഇത് നടന്നുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് ആരും തന്നെ ഇതൊരു ഭീകര രോഗമാണെന്നോ മരണരോഗമാണെന്നോ ഒരു ധാരണ വയ്ക്കേണ്ട ആവശ്യമില്ല. പക്ഷെ മരണത്തിലേക്കേ നടക്കൂ എന്ന് വാശി പിടിച്ച് നടന്നാലും തീയും. ആ വഴിക്ക് ഇപ്പോൾ ഇവിടെ നിന്ന് നേരെ പടിഞ്ഞാറേക്ക് പോയിട്ട് നടക്കണം, 20 കിലോമീറ്റർ പടിഞ്ഞാറേക്ക് നടക്കണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചൊരാൾ നടന്നാൽ എവിടെ എത്തും? തൈക്കാട് ഗാന്ധി ഭവനിൽ നിന്ന് 50 കിലോമീറ്റർ ഞാൻ നടന്നിട്ട് വേറെ കാര്യം, നേരെ നടക്കുകയുള്ളൂ, എങ്ങോട്ടും മാറൂല, നേരെ തന്നെ നടക്കുമെന്ന് പറഞ്ഞാൽ ആൾ കടലിൽ ചെന്ന്. അപ്പോൾ അവിടെ ശംഖുമുഖത്ത് ചെല്ലുമ്പോഴെങ്കിലും തെക്കോട്ടോ വടക്കോട്ടോ നടക്കാനുള്ള ഒരു മര്യാദ കാണിച്ചേ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ അന്തരീക്ഷം, നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തന രീതി, അതിന് വേണ്ടത് വേണ്ടാത്തത്, അതിൻ്റെ മനസ്സ്, ആ മനസ്സിൽ വേണ്ടത് മനസ്സിൽ വേണ്ടാത്തത്, ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ജീവിതം ചിട്ടപ്പെടുത്താൻ സാധിക്കണം.